പ്രകാശ, ഞാൻ ലക്ഷ്മണൻ്റെ ഫോമില്ലേ വീട് അതന്നെ പെർമിഷൻ്റെ അതന്നെ അധികം എടുക്കും. അത് അയാളൊന്നും കണ്ടില്ലേ? അത് വൈകുന്നേരം പറയാമെന്ന് ചോദിച്ചാൽ വൈകുന്നേരം പോവാം. അധികം എടുക്കാം. സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ എത്ര പ്രാവശ്യമായി ഇവിടെ വന്നത്? 10-15 പ്രാവശ്യമായി വന്നു. ആവശ്യത്തിന് 10, 15, 20, 100 പ്രാവശ്യം വരേണ്ടി വരും. എൻ്റെ ലൈസൻസ് ഇന്നോ നാളെയോ ആവുമോ? ലൈസൻസ് കിട്ടിയിട്ട് വേണം സാറേ എനിക്ക് ലോൺ എടുക്കാൻ, എന്നിട്ട് വേണം കട തുടങ്ങാൻ. ജീവിക്കണ്ടേ? നീ എന്താണ് പേടിപ്പിക്കുന്നത്? ഞാൻ ഭയപ്പെടുത്തുക? ഞാൻ ഭയപ്പെടുത്തുന്നതല്ല സാറേ, ഞാൻ പറയുക. ഞാൻ എത്ര പ്രാവശ്യം, നിങ്ങൾ എന്താ ചിന്തിക്കാതെ? ഒരു മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാണ്ടേ? നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് മാസാമാസം എണ്ണി വാങ്ങാലോ. എൻ്റെ വീട്ടിൽ എനിക്ക് ഭാര്യയും കുട്ടികളുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അമ്മയ്ക്ക് സുഖമില്ലാത്ത ഗുളിക വാങ്ങിക്കണം. ഞാനൊരു തൊഴിലില്ല. ഇപ്പോൾ ഞാൻ ഫുട്പാത്തിൽ വെച്ച് സാധനം വിൽക്കുന്നത് നിങ്ങൾ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെറിയൊരു കട വാങ്ങി. ആ കടയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിനൊരു ലൈസൻസ് വേണം. ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾ? എന്താ ഞാൻ നിങ്ങൾ ചെയ്ത തെറ്റ്? ഈ വെള്ളം ടെസ്റ്റ് ചെയ്ത കള്ളാസ് ഞാൻ നിങ്ങൾക്ക് തന്നെ. ഇനി എന്താ വേണ്ടേ? വെള്ളം വേസ്റ്റ് കുഴി വേണമെന്ന് നോക്കി. ആ കുഴി ഞാൻ എടുത്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടേ? ഞാൻ നിന്നോട് ജീവിക്കണ്ടെന്ന് പറഞ്ഞോ, ലോൺ എടുക്കണ്ടെന്ന് പറഞ്ഞോ, എന്തോ പറഞ്ഞോ? ഇവിടെ തരേണ്ട പേപ്പറിലും തരാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. സാർ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്ന. ഓരോ മനുഷ്യന്മാർക്ക് ഓരോ വിഷമം ഉണ്ടല്ലോ, ഓരോ സാഹചര്യങ്ങൾ. വീടെടുത്ത കടയുണ്ട്, അതിൻ്റെ ലോൺ അടക്കണം. എങ്ങനെ? ഞാൻ എനിക്ക് കിട്ടുന്നത് ഞാൻ എനിക്ക് തെറ്റാൽ തെറ്റാ? എൻ്റെ പേപ്പർ എനിക്ക് തരണം, അത്രേ പറയാനുള്ളൂ. തരൂല്ലെങ്കിൽ തരൂല എന്ന് പറഞ്ഞേക്ക്. എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം. എല്ലാം എഴുതി വെച്ചിട്ട് ഞാൻ വഹിക്കും. നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങളെ പേരെ എഴുതുക. ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല, സാഹചര്യവും അവസ്ഥയും പറയുന്നില്ല. ആരെയും പേടിപ്പിക്കുന്നു എന്നെയാ? ഇങ്ങനെ കുറേ മുഖങ്ങൾ കണ്ടുപോയി വന്നതാണ് ഞാനിവിടെ. കേട്ടാ, നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട കേട്ടാ. അതിന് വേറെ ആളെ നോക്കിയാൽ ഈ സീറ്റിൽ അങ്ങനത്തെ കുറേ ആൾ ഇരുന്നിട്ടുണ്ടാവും, പേടിയില്ലാതെ. എന്നെ നോക്കണ്ടത്. ഇത് പേപ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പേപ്പർ ഇവിടെ എത്തിക്കും. ഏത് പേപ്പറാണെന്ന് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാൻ പറ്റില്ല. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ എത്തിക്കാം. അറിയുന്ന ആളുകളോടൊന്നും ചോദിച്ചു, അതേത് പേപ്പറാണ്? പ്രകാശനോട് ചോദിച്ചു, പ്രകാശം പറഞ്ഞു കേട്ടോ. ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരില്ലേ, എന്നോട് മാത്രം നിങ്ങൾക്ക് ഒരു വൈരാഗ്യം? ഞാൻ നിങ്ങളെന്താ ചെയ്തത്?